ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ സൂക്ഷ്മതയോടെ പാലിച്ച് ജീവിതം ചിട്ടപ്പെടുത്തണേ എന്ന് സ്വന്തത്തെ ഉൾപ്പെടുത്തി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ സ്വാലിഹായ അമലായി സ്വീകരിച്ച് തക്കതായ പ്രതിഫലം തന്ന് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമളാൻ മാസം, ആ മാസത്തിൻ്റെ പവിത്രതയ്ക്ക് സുപ്രധാനമായ കാരണം ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിനെ അവതീർണമാക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത മാസമാണ് എന്നുള്ളത് തന്നെയാണ് ആ മാസത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ പ്രത്യേകത. ആ പരിശുദ്ധ ഖുർആനിനെ എത്രമാത്രം ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ സത്യവിശ്വാസി എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും സമയം കണ്ടെത്തുന്നുണ്ട് എന്നുള്ളത് ഒരു വേള നമ്മൾ സ്വയം വിചിന്തനം നടത്തേണ്ടുന്നതാണ്. നമ്മൾ പറയാറുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സഹാബത്തും റളിയല്ലാഹു അൻഹും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവർ കരയാറുണ്ടായിരുന്നു. ഈ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ പറയും, അവർക്ക് അർത്ഥം മനസ്സിലായിട്ടാണ് അവർ കരഞ്ഞത്, അർത്ഥം മനസ്സിലായിട്ടാണ് അവരെ കരയിപ്പിച്ചതെങ്കിൽ ഖുർആനിൻ്റെ പരിഭാഷ വായിക്കുമ്പോഴെങ്കിലും നമുക്ക് കരച്ചിൽ വരണമായിരുന്നു. പക്ഷെ നമുക്ക് ഉണ്ടായിട്ടില്ല. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതീർണമാക്കിയ ഈ പരിശുദ്ധ ഖുർആനിനെ ഒരു പർവ്വത ശിഖരത്തിന് മുകളിലാണ് അള്ളാഹു അവതീർണമാക്കുന്നതെങ്കിൽ അതിൻ്റെ ആശയ സമ്പുഷ്ടത കാരണം, ദൈവീക ഭയം കാരണം ആ പർവ്വതം മുഴുവനും കിടുകിടാ വിറക്കുന്നത് നിനക്ക് കാണാമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടുന്നത്, ഭൂമിയുടെ ആണികൾ എന്നറിയപ്പെടുന്ന, ഭൂമിയുടെ സന്തുലിതാവസ്ഥ തന്നെ നിലനിർത്തുന്ന പർവ്വതങ്ങളെ വരെ കിടുകിടാ വിറപ്പിക്കാൻ മാത്രം ആശയ സമ്പുഷ്ടത ആ പരിശുദ്ധ ഖുർആനിനുണ്ടെങ്കിൽ അത് പാരായണം ചെയ്യുമ്പോൾ, അതിൻ്റെ അർത്ഥങ്ങളിലൂടെ കടന്നു ചെല്ലുമ്പോൾ പച്ചയായ മനുഷ്യ ഹൃദയങ്ങൾക്ക് മാറ്റം സംഭവിച്ചിട്ടില്ല എങ്കിൽ വിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നുണ്ട്, അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, നിങ്ങളെന്താ ഖുർആനിനെ ഉറ്റാലോചിക്കാത്തെ? നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് വല്ല പൂട്ടുകളും ഇട്ടിട്ടുണ്ടോ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നുണ്ട്. മറ്റിതര മാസങ്ങളെക്കാളും പാരായണത്തിനും കേൾക്കുന്നതിനും അത് പഠിക്കുന്നതിനുമൊക്കെ പ്രത്യേകമായി പുണ്യമുണ്ടെന്ന് പഠിപ്പിക്കുമ്പോൾ ആ മാസത്തിൽ ആ ഖുർആനിനോട് കൂടുതൽ അടുക്കുവാനും ആ മാസത്തോടു കൂടി ഖുർആനിനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും എനിക്ക് നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമ്മൾ അപ്ഡേറ്റഡ് ആണ്. നമ്മുടെ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ, നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയയുടെ കാര്യത്തിൽ, നമ്മുടെ വാഹനത്തിൻ്റെ കാര്യത്തിൽ, വീടിൻ്റെ കാര്യത്തിൽ, എല്ലാ കാര്യങ്ങളിലും നമ്മൾ അപ്ഡേറ്റഡാ. നമ്മുടെ ഖുർആനിക വിജ്ഞാനത്തിൽ, ഖുർആൻ പഠനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എത്രമാത്രം അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളത് ഞാനും നിങ്ങളും നമ്മളോട് ചോദിക്കേണ്ടുന്നതാണ്. പ്രായമോ സമയമോ പറഞ്ഞ് ഇതിൽ നിന്ന് ഒഴിവ് കഴിവ് പറയാൻ നമുക്ക് കഴിയണമെന്നില്ല. മഹാനായ ലബീദ് ബിൻ റബീഅയുടെ ചരിത്രം ഏറെ പ്രസിദ്ധമാണ്. 90 വയസ്സ് പ്രായമായ അറേബ്യയിലെ 10 സുപ്രധാനമായ കവികളിൽ 10ാമനായ ലബീദ് ബിൻ റബീഅ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. 90 വയസ്സ് പ്രായമാധിക്യം കാരണം പുറത്തൊന്നും ഇറങ്ങാതെ വീട്ടിൽ വിശ്രമിക്കുന്ന ലബീദ് ബിൻ റബീഅയുടെ അടുത്ത് തൻ്റെ 2 ശിഷ്യന്മാർ വരികയാണ്. 2 ആൾ വന്നിട്ട് പറയുന്നുണ്ട്, ലബീദ്, കഅബയുടെ കില്ലയിൽ ആരോ ഒരാൾ പുതിയ ഒരു കവിത തൂക്കിയിട്ടുണ്ട്. കഅബയുടെ കില്ലയിൽ കവിത തൂക്കിയിട്ടുണ്ടെങ്കിൽ ആ കവിത വായിച്ചിട്ട് അതിനുള്ള മറുപടി അപ്പുറത്ത് എഴുതി തൂക്കാതെ ലബീദിന് ഉറക്കം കിട്ടൂല. അതുകൊണ്ട് കഅബയുടെ കില്ലയിൽ ആരോ 3 വരി കവിത തൂക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ലബീദിന് തൻ്റെ സമാധാനം നഷ്ടപ്പെടുകയാണ്. ഈ വന്ന 2 ശിഷ്യന്മാരുടെ തോളിൽ കൈയിട്ടിട്ട് ബുദ്ധിമുട്ടി ലബീദ് ആ കഅബയുടെ ചാരത്തെത്തുന്നുണ്ട്. അവിടെ എത്തിയിട്ട് ആ കഅബയുടെ കില്ലയിൽ തൂക്കിയിട്ട കവിത എന്ന് പറയുന്ന 3 വരി ഇങ്ങനെ പാരായണം ചെയ്തിട്ട് ലബീദ് താഴെയിരിക്കുന്ന
മനുഷ്യരോട് ചോദിക്കുന്നുണ്ട്, ഈ കവിത ആരുടേതാ? അവിടെയുള്ള ആളുകൾ പറഞ്ഞു, അത് മുഹമ്മദിന്റെ കവിതയാ. ലബീദ് പറഞ്ഞു, അല്ല, ഇത് മുഹമ്മദിന്റെ കവിതയല്ല. എന്നിട്ട് വീണ്ടും അത് വായിക്കുന്നു. വീണ്ടും അവിടെയുള്ള ആളുകൾ പറയുന്നു, ഇത് മുഹമ്മദിന്റെ കവിതയാണ്. ഓരോ തവണ ഇത് മുഹമ്മദിൻ്റെതാണെന്ന് അവർ പറയുമ്പോഴും ലബീദ് എതിർക്കുന്നുണ്ട്, അല്ല, ഇത് മുഹമ്മദിൻ്റെതല്ല. ഒരുപാട് ആവർത്തി വായിച്ചിട്ട് അവസാനം ലബീദ് ബിൻ റബീഅ പറയുന്നുണ്ട്, എനിക്ക് മുഹമ്മദിനെ കാണണം. അങ്ങനെ പ്രവാചക സന്നിധിയിൽ എത്തുകയാണ് ലബീദ് ബിൻ റബീഅ. പ്രവാചകനെ കണ്ടയുടൻ ലബീദിന്റെ ആദ്യത്തെ ചോദ്യം, മുഹമ്മദ്, ഈ കവിത ഞാൻ ആ കഅബയുടെ കില്ലയിൽ കണ്ട 3 വരി കവിത താങ്കൾക്ക് എവിടുന്ന് കിട്ടിയതാ മുഹമ്മദ് എന്നാ ചോദ്യം. പ്രവാചകൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്താ ലബീദ് അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ലബീദ് ബിൻ റബീഅയുടെ മറുപടിയുണ്ട്, മുഹമ്മദ്, അറബി ഭാഷ അങ്ങേയറ്റം പഠിച്ച ഒരാൾക്ക് പോലും, അറബിയുടെ ഗ്രാമർ കലക്കി കുടിച്ച ഒരു മനുഷ്യന് പോലും, അറബിയുടെ സാഹിത്യത്തിൽ മുങ്ങിക്കുളിച്ച ഒരാൾക്ക് പോലും അറബി ഭാഷയിൽ മീം എന്ന അക്ഷരം ഉപയോഗിക്കാതെ 3 വരി കംപ്ലീറ്റ് ആക്കാൻ കഴിയൂല മുഹമ്മദ്. പക്ഷേ ഞാൻ കഅബയുടെ കില്ലയിൽ കണ്ട 3 വരി കവിതയിൽ എവിടെയും മീം എന്ന അക്ഷരം കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ബോധ്യമാണ് മുഹമ്മദെ, എഴുത്തും വായനയും പഠിക്കാത്ത താങ്കളുടെ ഭാഷയല്ല ഇത് എന്നുള്ളത്. പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അത് കവിതയില്ല, പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂക്തം, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുൽ അബ്തർ. 3 വരി എവിടെയും മീം ഉച്ചരിക്കാതെ, മീം പ്രയോഗിക്കാതെ കംപ്ലീറ്റ് ആക്കുമ്പോൾ ലബീദ് മനസ്സിലാക്കി, ഇത് ദൈവികമാണ്, മനുഷ്യന് സാധ്യമല്ല. അതിൻ്റെ ആശയ സമ്പുഷ്ടത ഉൾക്കൊണ്ട ലബീദ് പ്രവാചകനോട് പറയുന്നുണ്ട്, പ്രവാചകരെ, എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം. പ്രായം നമ്മൾ ഓർക്കണം, 90 വയസ്സുള്ള ലബീദ് പറയുക, പ്രവാചകരെ, എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം. ഞാൻ ഇന്നു മുതൽ കവിത പറയുന്നത് നിർത്തുകയാണ്, ഞാൻ ഖുർആനിനെ പഠിക്കുകയാണ്. അവസാനമായി 2 വരി കവിത പ്രവാചക സന്നിധിയിൽ പാരായണം ചെയ്യാൻ, പാടാൻ എനിക്ക് അവസരം തരണം പ്രവാചകരെ. പ്രവാചകന്റെ അനുമതി കിട്ടിയ ലബീദ് അവസാന 2 വരി പാടുക, അൽഹംദുലില്ലാഹില്ലദീ ലം യഅ്തിനി അജലി ഹത്താ ലബിസ്തു മിനൽ ഇസ്ലാമി സിർബാല. മരണമാകുന്ന വസ്ത്രം എന്നെ അണിയിക്കും മുമ്പ് ഇസ്ലാമാകുന്ന പാനപാത്രത്തിൽ നിന്ന് എന്നെ കുടിപ്പിച്ച സർവ്വലോക രക്ഷിതാവിന് സർവസ്തുതിയും. ഈ ലബീദിന്റെ ചരിത്രം വായിച്ചിട്ട് നമുക്ക് പറയാൻ കഴിയൂല, എൻ്റെ പ്രായം അധികമാണ്, ഇനി എനിക്ക് ഖുർആൻ പഠിക്കാൻ പറ്റൂല, എനിക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റൂല, അതിനെ കേൾക്കാൻ കഴിയൂല എന്ന കഴിവ് നമുക്കാർക്കും പറയാൻ കഴിയൂല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടുന്നതുണ്ട്. ആ പരിശുദ്ധ ഖുർആനിനെ കേട്ടിട്ട് അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിക കൊടിക്കീഴിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ ചരിത്രം വായിക്കുമ്പോഴൊക്കെയും നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, അവരെയൊക്കെയും ഇസ്ലാമിലേക്ക് ആനയിക്കാൻ കഴിവുള്ള ആ പരിശുദ്ധ ഖുർആനിൽ ലോകത്ത് സമാധാനം കൊണ്ടുവരാൻ, ശാന്തി കൊണ്ടുവരാൻ കഴിയുന്ന ആ മതത്തിന്റെ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ, അതേ ഗ്രന്ഥമാ നമ്മുടെ കയ്യിലുള്ളത്. ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ പാരായണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ട് അതിൻ്റെ അർത്ഥതലങ്ങളിലൂടെ, ആശയ തലങ്ങളിലൂടെ കടന്നുപോയി ആ ഖുർആനിനെ ജീവിതത്തിൽ ചേർത്ത് പിടിച്ച് ആ പരിശുദ്ധ ഖുർആനിനെ അനുധാവനം ചെയ്യുക മാത്രമാണ് മാനവമോചനത്തിന്റെ ഏകമോക്ഷമാർഗമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ ഭാഗമാകാൻ എനിക്ക് നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. അതിന് പ്രത്യേകമായി ഈ മാസത്തിൽ നമ്മൾ കൂടുതൽ സമയം കണ്ടെത്തി ഒരുപാട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരുപാട് പ്രതിഫലങ്ങളെ വാരിക്കൂട്ടാൻ പരമാവധി പ്രയത്നിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങളെ, തെറ്റുകുറ്റങ്ങളെ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ തമ്പുരാനെ. പരിശുദ്ധ റമളാനിനെ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ ഒരുപാട് പ്രതിഫലങ്ങൾ വാരിക്കൂട്ടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖദിയൽ ഹജാത്ത്. ربنا تقبل منا دعاءنا وقيامنا وصيامنا وقيامنا وصلاتنا وتلاوتنا وصدقاتنا وسائر أعمالنا الصالحات يا رب العالمين وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.